ആലുവ എടയാറിലെ വ്യവസായശാലയിൽ നിന്നും ദുർഗന്ധം വ്യാപകമാകുന്നുവെന്ന പരാതിയുമായി സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ രംഗത്ത് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പ്രവർത്തനമെന്ന് അലയൻസ് മറൈൻ പ്രോഡക്ട്സ് വിശദീകരിക്കുന്നു. അറവ് മാലിന്യങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് കൊഴുത്തിറ്റയും ഓയിലും ഉൽപ്പാദിപ്പിക്കുന്ന അലയൻസ് മറൈൻ പ്രോഡക്ട്സ് എന്ന കമ്പനിയിൽ നിന്നാണ് പ്രദേശത്ത് ദുർഗന്ധം പരക്കുന്നതെന്നാണ് പരാതി. ദിവസവും 30 മെട്രിക് ടണ്ണോളം അറവ് മാലിന്യം അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്താൻ ശേഷിയുള്ളതാണ് അലയൻസ് മറൈൻ പ്രോഡക്ട്സ് എന്ന വ്യവസായ സ്ഥാപനം. ഇവിടെ എത്തുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതാണ് പരിസരമാകെ ദുർഗന്ധം പടരാൻ കാരണമെന്ന് സമീപത്തുള്ള വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പറയുന്നു. സമീപകാലത്ത് പെരിയാറിലുണ്ടായ അതിരൂക്ഷമായ മത്സ്യക്കുരുതി എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിന് കാരണക്കാരായ കമ്പനിയും ഈ അലയൻസ് മറൈൻ പ്രൊഡക്റ്റ് എന്ന കമ്പനിയാണ്. അവിടെ നിന്നും വരുന്ന രൂക്ഷമായ ദുർഗന്ധം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ബയോഫിൽറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നടപ്പിലാക്കി ദുർഗന്ധം പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അവധി ദിവസങ്ങൾ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ പരമാവധി ശേഷിയേക്കാൾ കൂടുതൽ മാലിന്യം സംസ്കരിക്കാൻ എത്തുമ്പോൾ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണെന്നും ഇവർ ആരോപിച്ചു. ദുർഗന്ധം മൂലം ഭക്ഷണം പോലും കഴിക്കാനാവാത്ത സാഹചര്യമാണെന്നാണ് സമീപ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പറയുന്നത്. പ്ലാന്റിൽ നിന്നുള്ള അതിരൂക്ഷമായ ദുർഗന്ധം മൂലം ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കുവാനോ സമാധാനത്തോടു കൂടി ജോലി ചെയ്യുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധ യോഗം ചേരുന്ന വേളയിൽ അലയൻസ് മറൈൻ പ്രോഡക്ട്സ് കമ്പനിയുടെ തൊഴിലാളികൾ ഇതിനെതിരെ പ്രതിരോധ സംഗമവും നടത്തി. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അടച്ചിട്ടെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കുന്നുവെന്ന് വ്യക്തമായതിനാൽ വീണ്ടും അനുമതി നൽകിയെന്നും അലയൻസ് മറൈൻ പ്രോഡക്ട്സ് കമ്പനി പറയുന്നു. അടച്ചുപൂട്ടിയത് പെരിയാറിലേക്ക് ഒഴുകുന്നുള്ള തെറ്റിദ്ധാരണ പരാതിയുടെ പുറത്താണ് അടച്ചുപൂട്ടേണ്ടത്. വീണ്ടും അന്വേഷണം വന്നു. പൊല്യൂഷൻ കൺട്രോൾ എല്ലാ ഔദ്യോഗിക അന്വേഷണങ്ങൾ വന്നപ്പോൾ ഇത് തെറ്റാണ് തെളിയുകയും ചെയ്തു. കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം ലഭിക്കുകയും ചെയ്തു. ഓർഗാനിക് വസ്തുക്കളാണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഓർഗാനിക് കൊണ്ട് എന്തെങ്കിലും വിഷമാലിന്യം ഉണ്ടാവുമോ? പെരിയാറിലെ മത്സ്യം ചത്തത് ഇവിടുന്ന് പോയതാണെന്നാണ് ഇപ്പോൾ അവിടെ അലോട്ട്മെന്റ് ചെയ്തവർ. എടയാർ വ്യവസായ മേഖലയിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.